ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഞാനൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും ജാനുവരി 1 തൊട്ട് മാത്രമേ ഒരു ഡിസ്ക്രിപ്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമ്മളുടെ ഡിസ്കഷൻ പഴയ പോലെ ആക്കുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് ഡിസ്കസ് ചെയ്ത് തീരുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസാണ്. ഖത്തർ ഇന്ത്യ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു. ഇന്ത്യയുടെ നേവിയുടെ 8 മുൻ ഉദ്യോഗസ്ഥരെ ഖത്തറില് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ സംഭവം. ആ സംഭവത്തില് പാകിസ്ഥാന്റെ പങ്കുവരെ ആരോപിക്കപ്പെട്ടിരുന്നു. അതായത് ഈ നമ്മളുടെ ഉദ്യോഗസ്ഥര് അവിടുത്തെ ഒരു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. അവര് ഇറ്റലി ഖത്തറിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു കപ്പലിന്റെ അന്തർവാഹിനിയുടെ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി കൊടുത്തു എന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ് അവര് ഓഗസ്റ്റ് 2022 അറസ്റ്റ് ചെയ്യുന്നതും അവരെ ജയിലിലിടുന്നതും ഈ ഒക്ടോബറിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും. അപ്പോ നമുക്കറിയാം ഖത്തറും ഇന്ത്യ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. വളരെ വലിയ സ്ട്രോങ് ഡിഫൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ തങ്ങളുടെ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഏതാണ്ട് 6000-ഓളം ഇന്ത്യൻ കമ്പനീസ് ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. ബൈലാറ്ററൽ ട്രേഡ് ആണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. ഡിഫൻസ് റിലേഷൻ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. ഖത്തറിന്റെയും ഇന്ത്യയുടെയും ലീഡേഴ്സ് തമ്മിൽ, അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഖത്തറിന്റെ എമിർ ഷെയ്ഖ് ബിൻ തമീം ഹമദ് അൽത്താൻ, ഇവർ തങ്ങളുടെ പേഴ്സണൽ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അപ്പോഴാണ് ഒരു ഇറിറ്റന്റ് ആയിട്ട് ഈ ഒരു കേസ് വരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ ഡിപ്ലോമാറ്റിക് ലെവലിൽ ആ കേസ് പർസ്യൂ ചെയ്യുകയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ മാസത്തിന്റെ തുടക്കത്തിൽ COP28 സമ്മിറ്റ് ദുബായിൽ നടന്നപ്പോൾ അത് പേഴ്സണലി അറ്റൻഡ് ചെയ്തിട്ട് ഖത്തർ എമിറുമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുകയും അതിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ ഉണ്ടായെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഇത് കോർട്ടാണ് ഇപ്പം വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷെ ജയിൽ ശിക്ഷ ഇപ്പോഴും തുടരുകയാണ്. അതും ഒഴിവാക്കി കിട്ടിയാൽ നമുക്ക് അവരെ മോചനം സാധ്യമാക്കും. അല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, 2015 ഖത്തറുമായിട്ട് ഇന്ത്യക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട്, കുറ്റവാളികളെ പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ്. അപ്പം ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ അവരുടെ തടവ് ശിക്ഷ, ഇംപ്രിസൺമെന്റ് റദ്ദാക്കിയില്ലെങ്കിൽ പോലും അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇനി ഇവിടത്തെ ജയിലിൽ ഈ ജയിൽ ശിക്ഷ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനും പറ്റും. അതൊരു ഓപ്ഷനാണ്. എന്തായാലും ഇതൊരു വളരെ വലിയൊരു റിലീഫാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. ഈ ഒരു ന്യൂസാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ന്യൂസായിട്ട് ഹിന്ദുവിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നാളത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയലും ഇതിനെക്കുറിച്ച് ആവാൻ സാധ്യതയുണ്ട്. ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന COP28 മീറ്റിംഗ്, ദുബായിൽ വെച്ച് നടന്ന COP28 മീറ്റിംഗിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഖത്തറിന്റെ എമിർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ്. ഇന്ത്യയുടെ അംബാസഡർ ടു ഖത്തർ വിപുൽ ആണ് ഇന്ത്യയുടെ അംബാസഡർ ടു ഖത്തർ എന്ന് പറയുന്നത്. ഈ ന്യൂസ് ആണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അത് അത്രത്തോളം വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നാൽ ഞാൻ ചില കാര്യങ്ങളിൽ പറയാനുള്ളതുകൊണ്ട് പറയാം. പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയർ ഇസ്രായേലിലെ NSO എന്ന് പറയുന്ന കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. ഇസ്രായേലിലെ NSO എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനി ഈ സ്പൈവെയർ മറ്റ് രാജ്യങ്ങളുടെ ഗവൺമെന്റുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലാതെ പ്രൈവറ്റ് ഏജൻസീസിനൊന്നും കൊടുക്കൂല. അപ്പൊ ഈ NSOയുടെ പെഗാസസ് സ്പൈവെയർ 2016 ഇന്ത്യയുടെ IB വാങ്ങിയതായിട്ട് രേഖകളുണ്ട്. IB എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റലിജൻസ് ബ്യൂറോ. എന്തായാലും ഈ പെഗാസസ് സ്പൈവെയർ ഉപയോഗിച്ച് ഇന്ത്യയിലെ കുറെ ജേർണലിസ്റ്റുകളുടെയും കുറെ ഓപ്പോസിഷൻ ലീഡേഴ്സിന്റെയും ഒക്കെ ഫോണുകളിലെ വിവരം ചോർത്താൻ ഇന്ത്യയുടെ ഗവൺമെന്റ് ശ്രമിച്ചു എന്നൊരു ആരോപണമുണ്ട്. ആ ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ആരാണ് എന്ന് അറിഞ്ഞിരിക്കുക, ഒരു ഗ്ലോബൽ NGO ആണ്. NGO എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇപ്പോ ഇതിനെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതൊരു ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലെ ന്യൂസ് ആയിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന, മലയാളികളായിട്ടുള്ള ആൾക്കാരും ഇഷ്ടപ്പെട്ടിരുന്ന തമിഴ് ആക്ടർ, അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറും ഒക്കെ ആയിരുന്നു വിജയകാന്ത്. അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയും DMDK എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി, DMDK. ആ പാർട്ടിയുടെ ഫൗണ്ടർ ആയിരുന്നു. ഒരു സമയത്ത് അവിടുത്തെ ഓപ്പോസിഷൻ ലീഡേഴ്സിൽ പ്രധാനിയും ഒക്കെ ആയിരുന്നു വിജയകാന്ത്. അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ് ഇവിടെ കാണുന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു ന്യൂസ്, എ സൈൻ ഓഫ് ഹോപ്പ് ഇൻ
കോൺഫ്ലിക്ട് ഹിറ്റ് മണിപ്പൂർ എന്ന് പറയുന്ന ന്യൂസ് കാണാം. ആ ന്യൂസിൽ പറയുന്നത്, ഞാൻ ജസ്റ്റ് അത് പറയുകയാണ്, അത് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു. മെയ്റ്റി കമ്മ്യൂണിറ്റിയും കുക്കി കമ്മ്യൂണിറ്റിയും തമ്മിലാണ് മണിപ്പൂരിലെ കലാപം എന്ന് നമുക്കറിയാം. അപ്പോ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീ മണിപ്പൂരിലെ കലാപബാധിതമായിട്ടുള്ള മെയ്റ്റി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇംഫാൽ വാലിയിൽ പെട്ടുപോയി. അപ്പോ ഈ മെയ്റ്റി കമ്മ്യൂണിറ്റിയിൽ തന്നെ ആൾക്കാർ ഈ പറഞ്ഞ കുക്കി വനിതയെ, കുക്കി വുമനിനെ സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും അവരെ നമ്മളുടെ ഫോഴ്സസിന് കൈമാറുകയും ചെയ്തു സേഫായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റീകൺസിലിയേഷൻ എഫേർട്സ് ഒരു പക്ഷേ വലിയ സമാധാനത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ ഒരു കലാപം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തോന്നി. കാര്യം നമ്മളെല്ലാം രാജ്യത്തെ സ്നേഹിക്കുന്ന പാട്രിയോട്ടിക് ആയിട്ടുള്ള സിറ്റിസൺസ് ആയതുകൊണ്ട് എല്ലായിടത്തും സമാധാനം പുലരാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു സമാധാനത്തിന്റെ ചെറിയ കണിക അവിടെ ഉണ്ടായപ്പോൾ ആ ഒരു ഇത് വലിയ ന്യൂസ് ആയിട്ട് ഹിന്ദുവിലും ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല. അപ്പൊ അത് കഴിയുമ്പോൾ അതിനടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പേജിൽ പോകുമ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഫെയിൽസ് ടു ബ്രേക്ക് സ്റ്റേൽമേറ്റ് ഓവർ SYL കനാൽ. SYL കനാലിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറയുന്നത്. സത്ലജ് യമുന ലിങ്ക് കനാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സത്ലജ് റിവറിലെ വെള്ളം ഹരിയാനയ്ക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹരിയാനയും പഞ്ചാബും ഒക്കെ മുമ്പ് ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു, പഞ്ചാബായിരുന്നു. പഞ്ചാബിനെ ഡിവൈഡ് ചെയ്താണ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റുകൾ ഉണ്ടായപ്പോൾ പഞ്ചാബിനെ ഡിവൈഡ് ചെയ്താണ് ഹരിയാന ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഈ ഹരിയാന സ്റ്റേറ്റ് ഉണ്ടായപ്പോൾ അവർക്കും വാട്ടർ വേണമല്ലോ. അപ്പോൾ ഈ സത്ലജ് റിവറിലെ വെള്ളം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കനാൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണ് SYL സത്ലജ്. ആ കനാല് സത്ലജിനെയും യമുനയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന കനാലാണ്. അപ്പോ പക്ഷേ ഈ വെള്ളം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പ്രോബ്ലംസ് പഞ്ചാബിന് ഉണ്ട് ഹരിയാനയുമായിട്ട്. അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യയുടെ ജലശക്തി മിനിസ്റ്ററായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇന്നലെ മീറ്റിംഗ് നടത്തിയിരുന്നു ഹരിയാന ചീഫ് മിനിസ്റ്ററുമായിട്ടും അതുപോലെ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററുമായിട്ടും. പക്ഷേ ഈ പിന്നീട് മീറ്റിംഗ് ഒരു സ്റ്റെയിൽമേറ്റിൽ അവസാനിച്ചു, അല്ലെങ്കിൽ ആ സ്റ്റെയിൽമേറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അവര് സ്റ്റെയിൽമേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ് എക്സാക്ട്ലി, ഒരു ഡെഡ് ലോക്ക് ആണ്. അവര് രണ്ടുപേരും അവരവരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഈ മധ്യപ്രദേശിന്റെ ന്യൂസ് ഞാൻ ഒന്നും പറയാനൊന്നുമില്ല, വെറുതെ എടുത്തിട്ടേ ഉള്ളൂ. പുതിയ ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് വന്ന സ്റ്റേറ്റുകളാകുമ്പോൾ ഞാൻ ആദ്യം കുറച്ചു കാലം ഈ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേരൊക്കെ എല്ലാവരും മറന്നുപോകും. അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റേറ്റുകളുടെയും ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ എന്തായാലും മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് മോഹൻ യാദവ് എന്നാണ്. മോഹൻ യാദവ് എല്ലാവർക്കും അറിയായിരിക്കും. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് മോഹൻ യാദവ് എന്നാണ്. മോഹൻ യാദവ്. അതുപോലെ ഇവിടെ രാജസ്ഥാന്റെ കാര്യം ഇവിടെ ഇല്ല. നമുക്ക് മറ്റൊരു ന്യൂസ് ഉള്ളത്, ഷട്ട് ഫാക്ടറി ഡിമാൻഡ് 800 റെസിഡൻസ് ഡേ ആഫ്റ്റർ അമോണിയ ലീക്ക്. ഈ അമോണിയ ലീക്കിന്റെ കാര്യം ഞാൻ ഇന്നലെ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നീട് തമിഴ്നാട്ടിലെ കൊറോമാൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്ലാന്റിലുണ്ടായ അമോണിയ ഗ്യാസ് ലീക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അതിൽ NGT കേസെടുത്ത കാര്യം, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കേസെടുത്ത കാര്യമൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ പ്രകാശ് ശ്രീവാസ്തവ ഫോമർ ജഡ്ജാണ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം മറ്റൊന്നും അല്ല, പ്രകാശ് ശ്രീവാസ്തവ എന്നുള്ള പേരൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രാജസ്ഥാന്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട്, രാജസ്ഥാനും അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ അവിടെ ഗവൺമെന്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഭജൻലാൽ ശർമ്മയാണ്. ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, ഭജൻലാൽ ശർമ്മ. പിന്നെ ഇവിടെ താഴോട്ട് മറ്റൊരു ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. അത് മിസോറാമിന്റെ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററാണ്. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ ആണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഡോമിനേറ്റഡ് പാർട്ടി ഉണ്ട്, JMM. അതിന്റെ ലീഡറാണ് ഹേമന്ത് സോറൻ.
പിന്നെ ഇതാ ഇവിടെ മറ്റൊരു ന്യൂസ് കാണാം. റെസിഡൻസ് ഓഫ് 1731 കോളനീസ് ഇൻ ഡൽഹി ടു ഗെറ്റ് ഓണർഷിപ്പ് റൈറ്റ്സ് എന്ന് പറയുന്ന ന്യൂസ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ്. ഡൽഹിയിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോളനീസ് ഉണ്ട്. ആ കോളനീസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ റെസിഡന്റ് റൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ഈ ഓണർഷിപ്പ് റൈറ്റ്സ്, അവർ താമസിക്കുന്ന ആ പീസ് ഓഫ് ലാൻഡിന്റെ ഓണർഷിപ്പ് റൈറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് ഡൽഹിക്ക് വേണ്ടി മാത്രം, only for ഡൽഹി. ആ സ്കീമിന്റെ പേര് PM ഉദയ് എന്നാണ്. PM ഉദയ് സ്കീമിന്റെ അടിസ്ഥാനത്തിലാണ് 1731 കോളനീസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഓണർഷിപ്പ് കൊടുക്കാൻ പോകുന്ന. ആ കോളനിയിൽ അവർ ഇല്ലീഗലായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്കെല്ലാം ആ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഓണർഷിപ്പ് ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പൊ അതോടുകൂടി അവരുടെ പ്രോബ്ലം സോൾവ് ആവും. PM ഉദയ് സ്കീം only for ഡൽഹി. അപ്പൊ PM ഉദയ് സ്കീമിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ unauthorized colonies in Delhi ആവാസ് അധികാർ യോജന എന്നാണ്. പ്രൈം മിനിസ്റ്റർ അൺഓതറൈസ്ഡ് കോളനീസ് ഇൻ ഡൽഹി ആവാസ് അധികാർ യോജന എന്നാണ് ആ സ്കീമിന്റെ പേര്. സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് PM ഉദയ്. പ്രധാനമന്ത്രി അൺഓതറൈസ്ഡ് കോളനീസ് ഇൻ ഡൽഹി ആവാസ് അധികാർ യോജന. ഇതല്ലാതെ വേറൊരു ഉദയ് സ്കീമുണ്ട്. അതും നിങ്ങൾ മിക്കുള്ളവർ കേട്ടിട്ടുള്ളതായിരിക്കും. ഇത് സെൻട്രൽ ഗവൺമെന്റ് വേറൊരു ഉദയ് സ്കീമാണ്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ all over India, this ഉദയ് സ്കീം, and its expansion is ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന അത് മറ്റൊരു ഉദയ് സ്കീമാണ്. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന ഈസ് അനദർ ഉദയ് സ്കീം. അത് ഇതുമായിട്ട് ബന്ധമില്ല. അതെന്ന് പറഞ്ഞാൽ പവർ കമ്പനീസിന്, ഈ ഡിസ്കോംസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ്. ഡിസ്കോംസ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്. ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൽ പ്രൈവറ്റ് ഓൺഡ് കമ്പനീസും ഉണ്ട്, പബ്ലിക് സെക്ടർ കമ്പനീസും ഉണ്ട്. ഇതിൽ പബ്ലിക് സെക്ടറിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഹെവി ലോസസ് നേരിട്ട് ക്ലോഷറിന്റെ വക്കിലാണ് മിക്ക കമ്പനീസും. ഈ കമ്പനീസിനെ വയബിൾ ആക്കാനും അവരെ നഷ്ടത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഓപ്പറേഷണലി അവരെ വയബിൾ ആക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. അതാണ് ഈ ഉദയ് സ്കീം. ഇതെന്ന് പറയുന്നത് only for ഡൽഹി. അതെന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ അൺഓതറൈസ്ഡ് കോളനീസിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതിന്റെ എക്സ്പാൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ് ആണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഡെസ്പെയർ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. അത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്രാൻസിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു എയർക്രാഫ്റ്റ് തടഞ്ഞു വെക്കുകയും അതിലുള്ള യാത്രക്കാരെ അവിടെ ഇൻട്രോഗേറ്റ് ചെയ്യുക ചെയ്തു അവിടുത്തെ അതോറിറ്റീസ്. അത് മറ്റൊന്നുമല്ല, അതിന്റെ കാരണം ഇത് നിക്കരാഗുവയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. ഈ ഫ്ലൈറ്റിലുള്ള ആൾക്കാരിൽ കുറച്ച് മൈനർ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ പേരൻസ് ഒന്നും അക്കമ്പനി ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, മനുഷ്യക്കടത്താണെന്നുള്ള സംശയം ഫ്രഞ്ച് ഒഫീഷ്യൽസിന് ഉണ്ടാക്കി. മനസ്സിലായോ? സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ, അത് തീർച്ചയാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ കൂടെ പേരൻസ് ഒന്നും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മനുഷ്യക്കടത്ത. അപ്പൊ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഗവൺമെന്റ് അതിൽ ഇടപെടുകയും ഫ്രഞ്ച് ഒഫീഷ്യൽസുമായിട്ട് അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തുകയും അവസാനം ഒരു 10-20 ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് ബാക്കി ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ അവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടുത്തെ അസൈലം സീക്കേഴ്സ് ആണ്. അതായത് ഫ്രാൻസിൽ അവര് അസൈലം സീക്ക് ചെയ്യുകയാണ്. അവിടെ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് അഭയം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ളവർ തിരിച്ചു വന്നു. അപ്പൊ ഈ മനുഷ്യക്കടത്തും ഇതുപോലുള്ള മനുഷ്യക്കടത്ത് മാത്രമല്ല, ഇതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് അസൈലം സീക്കേഴ്സ് ആയിട്ടും കൂടെ പോകുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇല്ലീഗലി കടന്ന് അവിടെ ഒരു ബെറ്റർ ലൈഫ് സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പീരീഡിലും അതുപോലെ ഈ ബൈഡന്റെ പീരീഡിലും ഒക്കെ അത് ആ ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ US-ലേക്കൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് കൂടി എന്നൊക്കെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. മെക്സിക്കോ ബോർഡർ ഒക്കെ നമുക്കറിയാലോ, നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടുകൊണ്ട് ഈ മെക്സിക്കോ ബോർഡർ വഴി ഇല്ലീഗലി US-ലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം അതിന്റെ കാരണം മെയിൻലി ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ. അതിന്റെ കാരണം കുറെയൊക്കെ ഈ പറഞ്ഞ ഇന്ത്യയിൽ ഇതുപോലുള്ള കുറെ ഇല്ലീഗലി മനുഷ്യരെ അങ്ങോട്ട് കടത്താൻ പൈസ വാങ്ങി പിന്നീട് അത്തരത്തിൽ ചെയ്യുന്ന കുറെ ഏജൻസീസ് ഉണ്ട്. അവർ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവര് ഒരു ബെറ്റർ ലൈഫ് അവർക്ക്
അങ്ങനെ ഒരു ഡ്രീമൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇവരുന്ന് പൈസ വാങ്ങിയിട്ട്. പണ്ടൊക്കെ ദുബായിലൊക്കെ നമ്മളെ ആൾക്കാരെ അങ്ങനെ ഉരുവിലൊക്കെ കൊണ്ടുപോകുന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പോയി രക്ഷപ്പെട്ട ആൾക്കാരും ഉണ്ട്. അതുപോലെ ഇത്തരത്തിൽ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ കടത്തിവിടുന്ന പഞ്ചാബിലും ഹരിയാനയിലേക്കുള്ള സംഘങ്ങൾ അവരുടെ ട്രാപ്പിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ് കുറെ പേര്. മറ്റു കുറെ പേർ എന്ന് പറയുന്നത് നമ്മളുടെ പറയുന്ന റീസൺ, ഈ പഞ്ചാബിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഫാം ഡിസ്ട്രസ് ഉണ്ട്, ഒരുപാട് ഫാമേഴ്സ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പം ആ ഒരു ഡിസ്ട്രസ് ഉണ്ട്. അങ്ങനെ അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണെന്നും പറയപ്പെടുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഓഫ് ഇന്ത്യൻസ് ടു അതർ ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് USA. അപ്പം അത് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ് ഇതെന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഓൾഡ് ആൻഡ് സ്ട്രോങ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇന്നലെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് എഗെയിൻ ഞാൻ അത് വളരെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അകത്തുള്ളൂ. ജയശങ്കർ, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ, ഈ റഷ്യ ഇപ്പൊ 5 ദിവസത്തേക്ക് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു വിസിറ്റിന് എത്രത്തോളം പ്രാധാന്യം റഷ്യൻ ഗവൺമെന്റ് കൊടുക്കുന്നു എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. റഷ്യൻ ഗവൺമെന്റ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സാധാരണ അദ്ദേഹം വേൾഡ് ലീഡേഴ്സ്, അദ്ദേഹത്തിന്റെ സെയിം സ്റ്റാച്ചറിലുള്ള വേൾഡ് ലീഡേഴ്സുമായിട്ട് മാത്രമേ ഡയറക്ട്ലി ടോക്ക് ചെയ്യാറുള്ളൂ. അതായത് ഇപ്പം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അവിടെ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് അവിടെ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ US അങ്ങനെ വേൾഡ് ലീഡേഴ്സ് വരുമ്പോൾ സംസാരിക്കാറുണ്ട്. അല്ലാതെ അതിന് താഴെയുള്ള ഒരു ലീഡർ വരുമ്പോൾ ഡയറക്ട്ലി പുടിൻ സംസാരിക്കാറില്ല. പക്ഷേ ഇന്ത്യയിലെ ഫോറിൻ മിനിസ്റ്റർ മാത്രമായ ജയശങ്കർ അവിടെ ചെന്നപ്പോൾ ജയശങ്കറിനോട് ഡയറക്ട്ലി സംസാരിക്കാനുള്ള പിന്നീട് ഒരു സമയം അദ്ദേഹം അനുവദിക്കുകയും അവർ ഡയറക്ട്ലി ടോക്സ് നടത്തുകയും ചെയ്തു. അത് തന്നെ ഈ ഒരു വിസിറ്റിന് റഷ്യ കൊടുക്കുന്ന പ്രാധാന്യത്തിന് തെളിവായിട്ട് ഈ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടർ റഷ്യയാണ് ഉണ്ടാക്കുന്നത്, തമിഴ്നാട്ടിലെ കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടർ. അതിന്റെ അടുത്ത ഫേസസിന്റെ ഒക്കെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് ഒക്കെ അവിടെ സൈൻ ചെയ്തു. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ബയലാട്രൽ സമ്മിറ്റ് നടക്കുന്നില്ല. അത് 2024 ഉറപ്പായിട്ടും നടക്കും എന്നുള്ളൊരു അഷുറൻസ് ജയശങ്കർ അവിടെ വച്ച് പുടിനുമായിട്ട് പങ്കുവച്ചു. പിന്നെ കുറെ കാര്യങ്ങൾ അവിടെ എഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തു. അപ്പം ഇവിടെ വേറൊരു കാര്യം ഏറ്റവും അവസാനം പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിലാണ് നടക്കാൻ പോണത്. ബ്രിക്സ് ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തു. നമുക്കറിയാം ഇപ്പൊ കുറെ രാജ്യങ്ങൾ UAE, ഇറാൻ, അർജന്റീന പോലുള്ള രാജ്യങ്ങൾ, നൈജീരിയ ഒക്കെ ഇപ്പം ബ്രിക്സിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക മാത്രമേ ഉള്ളായിരുന്നു മുമ്പ്. അതിൽ ഇപ്പൊ എക്സ്പാൻഡഡ് ആണ് ബ്രിക്സ്. ആ ബ്രിക്സിന്റെ സമ്മിറ്റ് നെക്സ്റ്റ് റഷ്യയിൽ വെച്ച് നടക്കാൻ പോയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. പിന്നെ അവസാനം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാല് ജയശങ്കർ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഇവിടെയുണ്ട്. ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് വാസ് ദ ഓൺലി കോൺസ്റ്റന്റ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേൾഡ് പൊളിറ്റിക്സിൽ ഒരേ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ആണ്. അത് എന്ത് വലിയ കൊടുങ്കാറ്റ് വന്നാലും ഉലയാത്ത ബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് എസ്പെഷ്യലി അമേരിക്ക അത് നോട്ട് ചെയ്ത് കാണും. ആ ഒരു ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അമേരിക്ക അത് നോട്ട് ചെയ്ത് കാണുന്നു പറയാൻ കാര്യം, ഇൻഡോ പസഫിക് മേഖലയിലൊക്കെ സഹകരണം മെച്ചപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ ഭയങ്കര സൗഹൃദ വലയത്തിലേക്ക് അമേരിക്ക കൊണ്ടുവന്നപ്പോഴും ഈ ഇടയ്ക്ക് ഇപ്പോ അവിടെ ഈ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഫൗണ്ടർ പന്നുൻ വധിക്കാൻ ഇന്ത്യ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ US ഉന്നയിക്കുകയും ഇന്ത്യ US ബന്ധത്തിൽ കുറെ കല്ലുകടി ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ജോയ് ബൈഡനെ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം അത് നിരസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്ത്യ US കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടെയാണ്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ലോകത്തിലെ ഡിപ്ലോമസിയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ ഒരിക്കലും ഉലയാത്ത ബന്ധം എന്നാ പറഞ്ഞേക്കുന്നത്. ചൈനയും അത് നോട്ട് ചെയ്യും. കാര്യം ചൈനയ്ക്ക് റഷ്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ്, പക്ഷെ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് മോശം ബന്ധമാണ്. അപ്പം US-നും ചൈനയ്ക്കും ഉള്ളൊരു മെസ്സേജാണ് ജയശങ്കർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ആ പേജിൽ ഡിസ്കസ് ചെയ്യാനില്ല. ബാക്കി 1-2 വലിയ ആർട്ടിക്കിൾസ് ഉണ്ട്. അത് സാധാരണഗതിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇനി January 1 തൊട്ടായിരിക്കും ഞാൻ അത്തരത്തിലുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ കൂടുതൽ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഈ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഒരു ന്യൂസ് വീണ്ടും ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്, കാനഡ മേ അറസ്റ്റ് 2 സസ്പെക്ട്സ് ഇൻ നിജാർ കില്ലിംഗ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാകാൻ കാരണമായ സംഭവം ആണ്
സിഖ് സെപ്പറേറ്റിസ്റ്റ് ലീഡറായ ഹർദീപ് സിംഗ് നിജാറിനെ കാനഡയിൽ വെച്ച് കൊലപ്പെടുത്തി. അതെല്ലാവർക്കും അറിയാവുന്നവരാണ്. അത് ഇന്ത്യയുടെ സീക്രട്ട് ഏജൻസീസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ ചെയ്തതാണ് എന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാവുകയും ഇന്ത്യ കാനഡയ്ക്ക് കനേഡിയൻ സിറ്റിസൺസിന് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്തിവെക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം കാനഡയുടെ ഇന്ത്യൻ എംബസിയിലുള്ള ആൾക്കാരുടെ എണ്ണം ഒക്കെ 1/3 ആയിട്ട് അവർക്ക് കുറയ്ക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായതൊക്കെ ഈ പ്രശ്നത്തിന്റെ പേരിലാണ്. അപ്പൊ ഇന്ത്യ അവർക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഒരു ബേസിസും ഇല്ലാതെ, ഒരു എവിഡൻസും ഇല്ലാതെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഇത്തരത്തില് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒന്നാണ്. എന്തായാലും ഇപ്പോൾ തെളിവുകൾ കളക്ട് ചെയ്ത് രണ്ട് ആൾക്കാർ, അത് ഇന്ത്യക്കാരെന്നൊന്നും പറയുന്നില്ല, 2 ആൾക്കാർ അവിടെ അറസ്റ്റ് ചെയ്യാൻ പോയാണെന്നാണ് ഈ നിജാറിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട്. അതുവഴി ഇന്ത്യൻ കണക്ഷനും ഒക്കെ ഇതിൽ തെളിയിക്കപ്പെടുമെന്നൊക്കെയാണ് ഇത് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യ കനേഡിയൻ റിലേഷൻഷിപ്പ് മോശമാക്കിയ ഒരു സംഭവം ആയതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്തു തന്നേ ഉള്ളൂ. പിന്നീട് ഇവിടെ വേറെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ കോൺഗ്രസ്, ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ 139th ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു ഇന്നലെ. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് അവിടെ ഉണ്ട്. കോൺഗ്രസിന്റെ സ്ഥാപക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 28 ആണ്. 139th ഫൗണ്ടേഷൻ ഡേ. ബാക്കി അവിടുത്തെ ന്യൂസുകളിൽ എല്ലാം നമ്മളുടെ രാഷ്ട്രീയ ന്യൂസുകളും ഒക്കെയാണ്. ഇനി ഒരു ന്യൂസ് ഉള്ളത് SC കൊളീജിയം റെക്കമെൻഡ് CJ to 5 ഹൈക്കോർട്ട്സ് എന്നൊരു ന്യൂസ് കാണാം. SC കൊളീജിയം, സുപ്രീം കോർട്ട് കൊളീജിയം. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും ഇന്ത്യയിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാരെയും ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ തീരുമാനിക്കുന്നത് മീൻസ് അവരാണ് സെലക്ട് ചെയ്യുന്നത്. കൊളീജിയമാണ്. കൊളീജിയം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരുടെ ഒരു ഗ്രൂപ്പാണ് കൊളീജിയം എന്ന് പറയുന്നത്. ഇവര് റെക്കമെൻഡ് ചെയ്യുന്ന പേരുകൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുകയും സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ മിനിസ്ട്രി അത് വെറ്റ് ചെയ്യുകയും അങ്ങനെ ക്ലിയർ ചെയ്യപ്പെട്ട നെയിമുകൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുകയും ആ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഈ നെയിംസ് അപ്രൂവ് ചെയ്തിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് പഠിച്ചു വെച്ചേക്കണം. സുപ്രീം കോടതിയുടെ കൊളീജിയം സിസ്റ്റം, 5 സുപ്രീം കോർട്ട് ജഡ്ജസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതാണ് കൊളീജിയം എന്ന് പറയുന്നത്. അവരാണ് ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് വേണമെങ്കിൽ പറയാം. അവര് സെലക്ട് ചെയ്യുന്ന പേരുകളാണല്ലോ അവസാനം അപ്രൂവ് ആവുന്നത്. ഓക്കെ, ഇത്രയാണ് ആ ന്യൂസിലുള്ളത്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയാനുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് 1-2 ന്യൂസുകളുടെ ഉണ്ട്. വിമൻ അക്കൗണ്ട് ഫോർ 49% ഓഫ് ആയുഷ്മാൻ കാർഡ് സേസ് മിനിസ്ട്രി എന്നൊരു ന്യൂസ് കാണാം. ആയുഷ്മാൻ കാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുള്ള വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം, ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, വേൾഡ്സ് biggest government sponsored health insurance program providing 5 lakhs health insurance to BPL families in India. 5 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ് ആനുവലി ഫോർ BPL families in India. അതിൽ ഇതുവരെയായിട്ട് 28.45 crore കാർഡ്സുകൾ ഇഷ്യൂ ചെയ്തു. ഇതുവരെയായിട്ട് 28.45 crore കാർഡുകൾ ഇഷ്യൂ ചെയ്തു. അതിന്റെ ബെനിഫിറ്റ് ഇതുവരെയായിട്ട് 55 crores ഇൻഡിവിജ്വൽസിന്, 12 കോടി ഫാമിലികളിലുള്ള 55 crore ഇൻഡിവിജ്വൽസിന് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 49% കാർഡ്സും സ്ത്രീകളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 49% സ്ത്രീകളാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കണക്കാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്തായാലും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇതില് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എത്ര എൻറോൾ ചെയ്യും, ഇതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഇപ്പൊ ഞാനിപ്പോ ഒരു ആയുഷ്മാൻ ഭാരത്
പിന്നീട് കാർഡ് ഹോൾഡർ ആണെന്ന് കരുതിക്കോ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കാർഡ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാർഡുമായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പം സപ്പോസ് ട്രിവാൻഡ്രത്ത് ഇപ്പം കിംസ് ഹോസ്പിറ്റൽ അതിന്റെ ഒരു അതിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ പോയി ട്രീറ്റ് ചെയ്യാം അപ് ടു 5 lakhs rupees വരെ. ആഫ്റ്റർ ദാറ്റ് ഓൾസോ ഐ ക്യാൻ അവൈൽ ദ ട്രീറ്റ്മെന്റ്. ഐ ഹാവ് ടു പേ ദ എമൗണ്ട് ഫ്രം മൈ പോക്കറ്റ് ഈ 5 lakhs ശേഷം. അതാണ് അതിൽ ഇതെന്ന് പറയുന്നത്. അപ്പം അതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പൊ അതിലെ 49% കാർഡ് ഹോൾഡേഴ്സും സ്ത്രീകളാണ് എന്നൊരു ന്യൂസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അറിയേണ്ട വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് അയോധ്യ ഇപ്പോ വാർത്തകളിൽ നിറയുന്ന എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. അയോധ്യയിലെ രാമക്ഷേത്രം ഇനാഗുറേഷൻ ആവുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഇനാഗുറേഷൻ ജാനുവരി 22-നാണ്, ന്യൂ ഇയറിൽ ജാനുവരി 22. അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇപ്പൊ തന്നെ ഓൾറെഡി ഇൻ ഫേവർ ഓഫ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഹിസ് പാർട്ടി BJP ആണെന്നാണ് പൊതുവെ സർവേകളെല്ലാം പറയുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു എയിം ആയിരുന്നു രാമക്ഷേത്രം പണിയുക എന്നുള്ളത്. അപ്പൊ അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ആ വേവ് വീണ്ടും സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരു പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇലക്ഷൻ റിസൾട്ടുകൾ നോർത്ത് ഇന്ത്യയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ എപ്പോഴും ഇലക്ട്രൽ ഫോർച്യൂൺസ് ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് തിരിക്കുന്നത് നോർത്ത് ഇന്ത്യയാണ്, എസ്പെഷ്യലി ഉത്തർപ്രദേശൊക്കെയാണ്. ഉത്തർപ്രദേശിലാണ് അയോധ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു രാമക്ഷേത്രത്തിന്റെ ഇനാഗുറേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വലിയ പൊളിറ്റിക്കൽ ഡിവിഡൻസ് BJPക്ക് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഞാനിപ്പോ ഇവിടെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞതല്ല, ഞാൻ ഒരു നമ്മളെ പൊളിറ്റിക്കൽ എക്സ്പെർട്ടുകൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ജാനുവരി 22 ഇസ് ദ ഡേറ്റ് ഫോർ ഇനാഗുറേഷൻ ഓഫ് രാം ടെമ്പിൾ ഇൻ അയോധ്യ. അതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്പ് ചെയ്തു. അത് ഓൾറെഡി ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനാണ്, റീഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ നെയിം മാറ്റി. അത് ഞാൻ പറയാം. അതുപോലെ അവിടെ ഒരു പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യണം. അതെല്ലാം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അയോധ്യയിൽ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് അറിഞ്ഞിരിക്കണം. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം എന്നാണ്. മഹർഷി വാൽമീകി ആയിരുന്നു എല്ലാവർക്കും അറിയാം, രാമായണം എഴുതിയത് വാൽമീകിയാണ്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം DHAM. അപ്പൊ അയോധ്യ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതുതായിട്ട് വരുന്ന ഒരു എയർപോർട്ടാണെന്നുള്ളൊരു അപ്പുറം ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിൽ വരുന്ന എയർപോർട്ടാണ്. അതുകൊണ്ട് ആ പേര് പഠിച്ചു വെച്ചേക്കണം. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം. അതുപോലെ ഞാൻ പറഞ്ഞു ഈ സ്ഥലത്ത് പുതുതായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ പടി കഴിപ്പിച്ചതല്ല, മുമ്പേ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെ റീഡെവലപ്പ് ചെയ്തു. മോർ ദാൻ 200 crores സ്പെൻഡ് ചെയ്ത് ആ റീഡെവലപ്ഡ് റെയിൽവേ സ്റ്റേഷന്റെ പേരും അറിഞ്ഞിരിക്കുക. ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. അതും അറിഞ്ഞിരിക്കുക. മറ്റ് ന്യൂസുകളൊന്നും നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോവിഡ് കേസസ് കൂടുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതറിഞ്ഞിരിക്കുക. ഉൾഫ ഫാക്ഷൻ ടു സൈൻ പീസ് പാക്ട് വിത്ത് സെൻട്രൽ ആസാം ഗവൺമെന്റ്. ഇത് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത്. ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ടെററിസം ആണ്. വേറൊരു വിഷയം എന്ന് പറയുന്നത് നെക്സലിസം ആണ്. വേറൊരു വിഷയം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ഇൻസർജൻസി ആണ്. ഇതെല്ലാമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇന്റേണൽ സെക്യൂരിറ്റി ത്രെഡ്സ് എന്നാണ് എല്ലാവർക്കും അറിയാം. ഒന്ന് ടെററിസം, അത് പല ഫോംസ് ഓഫ് ടെററിസം ഉണ്ട്. മെയിൻലി ഇസ്ലാമിക് ടെററിസം, പിന്നെ ഈ പറഞ്ഞ സിഖ് ടെററിസം പോലുള്ള കാര്യങ്ങൾ. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവോയിസം, അത് അല്ലെങ്കിൽ നെക്സലിസം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ജാർഖണ്ഡിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ വളരെ സ്ട്രോങ് ആണ്. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പലയിടത്തും നടക്കുന്ന ഇൻസർജൻസി എന്ന് പറയുന്ന ഒരു വിഷയം. അതിൽ അസാമിൽ ഭയങ്കര ഇൻസർജന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു ഉൾഫ എന്ന് പറയുന്നത്. അവരുടെ പ്രാധാന്യമൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ശക്തിയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിമിനിഷ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇപ്പൊ ആസാമിലില്ല. അതുകൊണ്ടാണ് ആസാമിന്റെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ AFSPA നിലവിലില്ലാത്തത്. AFSPA എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇൻസർജൻസി പ്രോബ്ലം നോർത്ത് ഈസ്റ്റിൽ ഉള്ളത് കൊണ്ട് നോർത്ത് ഈസ്റ്റിലെ മിക്കവാറുള്ള സ്റ്റേറ്റുകളിൽ നിലനിന്നിരുന്നതാണ്. ഇപ്പോഴും കുറെ സ്റ്റേറ്റുകളിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ഒരു, മണിപ്പൂരിലൊക്കെ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ഒരു നിയമമാണ് AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറയുന്നത്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഈ ഉൾഫ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ഇൻസർജന്റ് ഗ്രൂപ്പ് ഇപ്പോ സമാധാനത്തിന്റെ പാതയിലാണ്. അവരുടെ ചില ഫാക്ഷൻസ് മാത്രം ആണിപ്പോഴും ആയുധം താഴെ വയ്ക്കാത്തത്. ഒരു ഗ്രൂപ്പ് ആയുധം താഴെ വയ്ക്കാൻ
സമാധാന എഗ്രിമെന്റ് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയാണ് അത് ചെയ്യേണ്ടത്. കാര്യം ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻലി ഹോം മിനിസ്ട്രിയാണ്. അപ്പം അമിത്ഷായുമായിട്ടൊക്കെ ടോക്സ് നടത്താൻ പോയാണ്. ഉൾഫയുടെ എക്സ്പാൻഷൻ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നാണ്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. ആസാമിന്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് അറിഞ്ഞിരിക്കുക, ഹിമാന്ത ബിശ്വ ശർമ്മ. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫോറിൻ പേജിലേക്കാണ്. ഫോറിൻ പേജിൽ പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ വലുതായിട്ടൊന്നുമില്ല. ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ റഷ്യയും നാസയും ചേർന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കി ടു കണ്ടിന്യൂ ജോയിന്റ് ISS ഫ്ലൈറ്റ്സ് അണ്ടിൽ 2025. നമുക്കറിയാം ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നാസയ്ക്ക് മാത്രമുള്ളതല്ല. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ബിലോങ്സ് ടു നാസ എന്ന്. ഇറ്റ്സ് എ very very wrong assumption because International Space Station was jointly developed by NASA, European Space Agency and Roscosmos. European Space Agency belongs to European Union. Then Roscosmos belongs to Russia. റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് റോസ്കോസ്മോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ രാകേഷ് ശർമ്മ, ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ട്രാവലർ ഫ്രം ഇന്ത്യ വാസ് രാകേഷ് ശർമ്മ ആൻഡ് ഹീസ് നോൺ ആസ് കോസ്മനോട്ട്. എന്താണ് കോസ്മനോട്ട്? നമ്മള് ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ സ്പേസിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ പൊതുവെ ആസ്ട്രോനോട്ട്സ് എന്നാണ് വിളിക്കുന്നത്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷേ കോസ്മനോട്ട്സ് എന്നാണ് റഷ്യക്കാരെ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത്. കാര്യം റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് റോസ്കോസ്മോസ് എന്നാണ്. അവരുമായിട്ടാണ് ഈ എഗ്രിമെന്റ് ഇപ്പോ നാസ തുടരാൻ തീരുമാനിച്ചത്, റോസ്കോസ്മോസുമായിട്ട്. എന്തിനാണ്? 2025 വരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ട്രാവലേഴ്സിനെയൊക്കെ കൊണ്ടുപോകാനുള്ള എഗ്രിമെന്റ്. കാരണം ഇവരും എല്ലാവരോടും ചേർന്ന് ജോയിന്റ്ലി ഡെവലപ്പ് ചെയ്ത. പക്ഷെ റഷ്യയും US തമ്മിൽ വലിയ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ കുറെ അനിശ്ചിതത്വങ്ങൾ, അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് വരുന്നത്. പിന്നെ നവാസ് ഷെരീഫ് മിക്കവാറും പാകിസ്ഥാന്റെ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അയാൾക്ക് ഇലക്ഷനിൽ അവിടെ മത്സരിക്കാനുള്ള അവകാശമൊക്കെ തിരിച്ചു കിട്ടി. കറപ്ഷൻ കേസിൽ അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട ആളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്പെക്ടർ ഓഫ് സിവിൽ വാർ ഇൻ സുഡാൻ ആസ് സിവിലിയൻസ് സെർച്ച് ഫോർ ആംസ് ഫിയറിംഗ് റൈവൽ മിലിഷ്യാസ് എന്ന് പറയുന്നൊരു ന്യൂസ് കാണാം. നമുക്കറിയാം സുഡാൻ എന്ന് പറയുന്നത് പിന്നീട് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇന്ത്യയായിട്ടൊക്കെ അത്യാവശ്യം നല്ല ബന്ധമുള്ള രാജ്യമാണ്. ആഫ്രിക്കൻ യൂണിയനിലെ ഒരു മെമ്പറാണ്. ഇന്ത്യ ആഫ്രിക്കൻ യൂണിയന്റെ ഒരു സമ്മിറ്റ് 2015 ഇന്ത്യയിൽ വെച്ച് നടത്തിയായിരുന്നു, ഇൻഡോ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ്. ആ സമ്മിറ്റിലൊക്കെ സുഡാന്റെ അന്നത്തെ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ, ആക്ച്വലി സുഡാൻ ഇങ്ങനെ ആക്കിയതിൽ സുഡാൻ ഇപ്പോൾ ഒരു ലോ ലെസ്നെസ് ഉള്ള ഒരു രാജ്യമാണ്, ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത രാജ്യമാണ്. അങ്ങനെ ആക്കിയതിൽ പ്രധാന പങ്കുവച്ച ഒരു ലീഡർ ഉറപ്പായിട്ടും ഒമർ അൽ ബഷീർ ആയിരിക്കും. അവിടുത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു. പക്ഷേ ഒമർ അൽ ബഷീർ എന്നുള്ള ഡിക്റ്റേറ്ററിന് അവിടുത്തെ സൈന്യം പുറത്താക്കി ഒരു മിലിറ്ററി കൂപ്പ് വഴി. എന്നിട്ട് ആണ് പിന്നീട് അവിടെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക. സൈന്യവും അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സും ചേർന്നുള്ള ഒരു ഭരണകൂടമാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പോ ആ സൈന്യവും അവിടുത്തെ മെയിൻ ഈ ഭരണത്തിലുണ്ടായിരുന്ന പാരാമിലിറ്ററി ഫോഴ്സ്, അതിന്റെ പേര് RSF എന്നാണ്. RSFന്റെ എക്സ്പാൻഷൻ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്നാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്. അപ്പൊ അവിടുത്തെ മിലിറ്ററിയും അവിടുത്തെ അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആയ RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് തമ്മിൽ തെറ്റി. അതാണിപ്പോ അവിടെ ഓരോ പ്രദേശങ്ങളിൽ ഇവർ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പ്രദേശങ്ങളുടെ അധികാരം ഓരോ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ എന്താ പറയുന്ന ഒരു കയോട്ടിക് സിറ്റുവേഷൻ ആണ് സുഡാനിൽ എന്ന് പറയുന്നത്. അപ്പോൾ സുഡാന്റെ ഇപ്പോഴത്തെ ലീഡർ എന്ന് പറയുന്നത് അബ്ദൽ ഫത്ത അൽ ബുർഹാൻ ആണ്. സുഡാന്റെ ഇപ്പോഴത്തെ ലീഡർ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ. ഇയാളുടെ ഡെപ്യൂട്ടി RSFന്റെ ലീഡറാണ്. പക്ഷെ അവർ തങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അടിയായേക്കുന്നത്. സുഡാന്റെ ക്യാപിറ്റൽ ഖാർത്തും ആണ്. ഈ സുഡാൻ ആക്ച്വലി ഇടയ്ക്ക് വെച്ച് സ്പ്ലിറ്റ് ആയിരുന്നു. ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പ് സുഡാൻ സ്പ്ലിറ്റ് ആയി പോയി. സുഡാൻ സ്പ്ലിറ്റ് ആയി ഉണ്ടായ പുതിയ രാജ്യമാണ് സൗത്ത് സുഡാൻ എന്നറിയപ്പെടുന്നത്. സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത് സുഡാൻ സ്പ്ലിറ്റ് ആയതാണ്. അത് ഒമർ അൽ ബഷീറിന്റെ കാലഘട്ടത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ അവിടെ ഉടലെടുക്കുന്നതും സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിക്റ്റേറ്ററായ ഒമർ അൽ ബഷീറാണ് അവിടെ ഭരിച്ചിരുന്നതെന്ന്. അപ്പൊ അബ്ദൽ ഫത്ത അൽ ബുർഹാനാണ് സുഡാന്റെ ഇപ്പോഴത്തെ ലീഡർ. പക്ഷെ പുള്ളിക്ക് വലിയ എല്ലാ മേഖലയിലൊന്നും ഇപ്പൊ ശക്തിയില്ല. അബ്ദൽ ഫത്ത എന്നുള്ള പേര് തുടങ്ങുന്ന വേറൊരു ലീഡറിനെ നിങ്ങൾക്ക് അറിയാം, അബ്ദൽ ഫത്ത LCC, ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്ത LCC. ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്.
ഇനി മറ്റൊന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂസ് കംപ്ലീറ്റ് ആവും. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സെന്റർ ഓൺ ട്രാക്ക് ടു മീറ്റ് 2023-24 ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എന്നൊരു ന്യൂസ് കാണാം. സെന്റർ ഓൺ ട്രാക്ക് ടു മീറ്റ് 2023-24 ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. വാട്ട് ഈസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, സോ ഇന്ത്യ വിൽ ഓൾവേസ് ബി ഹാവിംഗ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ സർപ്ലസ് ഉണ്ടാകുന്ന സാഹചര്യം സാധാരണ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പം കാരണം നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും, റവന്യൂ കുറവായിരിക്കും. അപ്പൊ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എപ്പോഴും നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നിലനിർത്തണം. അല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ടോട്ടൽ എക്കോണമിയെ കൊളാപ്സ് ആയി പോകും. അപ്പൊ അല്ലെങ്കിൽ നമ്മളുടെ കടം കൂടിക്കൊണ്ടേ ഇരിക്കുമല്ലേ? കടം കൂടാൻ പാടില്ല. കടം ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റ്, ആൻഡ് ദാറ്റ് ലിമിറ്റ് വിൽ ബി ഫിക്സ്ഡ് ബൈ Union government in each and every budget. In last year's budget, Government of India has fixed our fiscal deficit target as 5.9% of GDP. 5.9% of GDP is the fiscal deficit target of Government of India as per the last Union budget. അപ്പോൾ ഇന്ത്യയുടെ നെക്സ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോയാണ്. എല്ലാ വർഷവും യൂണിയൻ ബഡ്ജറ്റ് വരുന്നത് February 1 അപ്പോൾ February 1 ഈ വർഷവും യൂണിയൻ ബഡ്ജറ്റ് വരും. പക്ഷേ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ഒരു ഫുൾ യൂണിയൻ ബഡ്ജറ്റ് ആയിരിക്കത്തില്ല. കാരണം എന്താണ് കാരണം? യൂണിയൻ ബഡ്ജറ്റ് എല്ലാ വർഷവും February 1 വരും. പക്ഷെ ഈ February 1 വരാൻ പോകുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഒരു ഫുൾ ബഡ്ജറ്റ് ആയിരിക്കത്തില്ല. എന്താണ് കാരണം അറിയാം എല്ലാവർക്കും. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഏപ്രിൽ 2024 ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ നടക്കാൻ പോയ. സോ എ ന്യൂ ഗവൺമെന്റ് വിൽ ബി ഇലക്ടഡ് ആഫ്റ്റർ ഏപ്രിൽ 2024. അപ്പോൾ ഈ February 2024 ഒരു ബഡ്ജറ്റ് ഗവൺമെന്റ് അവതരിപ്പിച്ചാൽ ദ നെക്സ്റ്റ് ഗവൺമെന്റ് they are not going to accept that budget. Even if the present government is coming back to power, then also they will make a new budget. അതാണ് എൻ്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് പക്ഷെ February തൊട്ട് ഏപ്രിൽ വരെയുള്ള ചെലവ് നടക്കണ്ടേ? അല്ലെങ്കിൽ February തൊട്ട് ഏപ്രിൽ വരെ ചിലവ് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റ് ഉണ്ട്. അതല്ല, ഇപ്പൊ ഏപ്രിലിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഏപ്രിൽ തൊട്ട് ന്യൂ ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ ആ സമയത്ത് ഗവൺമെന്റ് ചെലവ് നടത്തണ്ടേ? ഈ March 31 വരെയുള്ള ബഡ്ജറ്റേ നമുക്ക് ഉള്ളൂ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും, ഒരു ഇന്റരിം ബഡ്ജറ്റ്. ചിലപ്പോൾ ഒരു ഇന്റരിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുന്നൊരു സംഭവം അവതരിപ്പിക്കും. ഓട്ടോൺ അക്കൗണ്ട് ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓട്ടോൺ അക്കൗണ്ട്. ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ അഭാവത്തിൽ താൽക്കാലികമായിട്ട് ചെലവുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ബഡ്ജറ്റിന്റെ 1/6 വാല്യൂ ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഒരു ഫുൾ ബഡ്ജറ്റിന്റെ 1/6 വാല്യൂ ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഈ ബഡ്ജറ്റിനാണ് ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഏപ്രിൽ മെയ് 2 മാസത്തേക്ക് അത് മതി. അപ്പൊ അപ്പോഴത്തേക്ക് പുതിയ ഗവൺമെന്റ് വരും. then they will present a new budget. problem is over. അതാണ്. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പറയാണ്ടായിരുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 5.9% ഓഫ് GDP. ആ ടാർഗറ്റ് ഇന്ത്യ ഈ വർഷം മീറ്റ് ചെയ്യും. ചിലപ്പോഴൊക്കെ ആ ടാർഗറ്റ് അങ്ങനെ വെച്ചാൽ അത് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സ്ട്രിക്ട്ലി നമ്മൾ അതുവഴി പോയാലും ചിലപ്പോൾ കോവിഡ് പോലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കടം കൂടും, വരുമാനം കുറയും, കടം കൂടും. അപ്പോഴത്തേക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ ടാർഗറ്റിനോ? അപ്പം പക്ഷെ ഈ വർഷം ഇന്ത്യയുടെ ടാക്സ് റവന്യൂ, GST റവന്യൂ, ഇൻകം ടാക്സ് റവന്യൂ, എവറിത്തിങ് ഈസ് ഇൻ എ very buoyant stage. So government is expecting a lot of money from taxes. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഗവൺമെന്റ് വളരെ പ്രൂഡന്റ്ലി എക്സ്പെൻഡിച്ചറും നിലനിർത്തി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ആയ 5.9% മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഗവൺമെന്റിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് അത്തരത്തിലാണ്. പിന്നെ MSME മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുണ്ട്. MSMEസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. MSME എന്ന് പറഞ്ഞാല് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ്. MSME എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പൊ MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടിരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടത് കൊണ്ട് ഈ ഗവൺമെന്റുമായിട്ട് ഒരുപാട് കോൺട്രാക്ടുകളുള്ള MSME കമ്പനീസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഇപ്പൊ ഈവൻ ഡിഫൻസ് തന്നെ, ഇപ്പൊ നമ്മളുടെ ചന്ദ്രയാൻ 3 തന്നെ പല കമ്പോണൻസ് ഇന്ത്യയിലെ MSMEs ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അതൊക്കെ ഓരോരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോൺട്രാക്ട് ആണ് അവരുമായിട്ട്. പക്ഷെ പല കോൺട്രാക്ടുകൾ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല കോവിഡ് കാലഘട്ടത്തിൽ, ക്ലോഷർ ഒക്കെ ഉണ്ടായപ്പോൾ. അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് ലയബിലിറ്റീസ് ഉണ്ട്. ഈ ലയബിലിറ്റീസ് അവർക്ക് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു. ആ സ്കീമിന്റെ പേരാണ്
വിവാദ് സെ വിശ്വാസ് scheme was aimed at providing relief to MSMEs unable to comply with the central government contracts due to pandemic. Okay, അതറിഞ്ഞിരിക്കുക. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സ് ഓഫ് ദാൽ എക്സ്റ്റെൻഡഡ് ടിൽ മാർച്ച് 2025. ഇന്ത്യയിലെ ദാൽ, പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ഇമ്പോർട്ട്, ഇന്ത്യയിൽ അതിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ അതിൽ ഭയങ്കര ഇൻഫ്ലേഷൻ ആണ്, 20% ഒക്കെയാണ്. ഫുഡ് ഇൻഫ്ലേഷന്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ ഈ പൾസസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന്റെ ഇറക്കുമതിയിൽ ഡ്യൂട്ടി ഒഴിവാക്കി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അപ്പൊ ഇറക്കുമതി ഡ്യൂട്ടി എന്തിന്റെ ഒഴിവാക്കി? പിന്നീട് ദാലിന്റെ അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് അപ് ടു മാർച്ച് 2025 വരെ. അപ്പൊ ഇതാണ് ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ പിന്നെന്താണ്, പിന്നെ വേറെ അങ്ങനെ വലിയ ന്യൂസുകൾ നമുക്ക് പറയാനില്ല. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ കാണാം. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറായ ഷവോമി എന്നൊക്കെ നമ്മൾ പറയുന്ന കമ്പനി ഉണ്ടല്ലോ, അവര് ഇലക്ട്രിക് കാർ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയ ഒരു ന്യൂസും കാണാം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ ടച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.